പ്രിയപ്പെട്ടവരെ, സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ സ്റ്റോറി ടെല്ലിങ്ങിൽ 3ാം ക്ലാസ്സിലെ മലയാള പാഠാവലിയിലെ പൂമൊട്ട് എന്ന കൊച്ചുകഥയാണ് പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൂമൊട്ട്. അൽബേനിയയിലെ ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയായിരുന്നു ആഗ്നസ്. നല്ല ഭംഗിയുള്ള കൊച്ചുമിടുക്കി. ഹോങ്സ് എന്നായിരുന്നു അവളുടെ വിളിപ്പേര്. പൂമൊട്ട് എന്ന അർത്ഥം. അവളുടെ മൂത്ത സഹോദരൻ ലാസർ. ഏജ് എന്നായിരുന്നു ചേച്ചിയുടെ പേര്. ലാസർ മധുരക്കൊതിയനായിരുന്നു. കേക്കും ജാമും ചോക്ലേറ്റുമായിരുന്നു അവന്റെ ഇഷ്ടഭക്ഷണം. അമ്മ വീട്ടിലില്ലാത്ത തക്കം നോക്കി ലാസറും ഏജും മധുരപലഹാരങ്ങൾ എടുത്തു തിന്നുമായിരുന്നു. എന്നാൽ ഇളയവളായ ഹോങ്സ് അവരുടെ കൂട്ടത്തിൽ ചേർന്നില്ല. അമ്മയറിയാതെ ആഹാരം എടുത്തു കഴിക്കുന്നത് ശരിയല്ല എന്നതായിരുന്നു അവളുടെ പക്ഷം. ആരും കാണുന്നില്ലെന്നു കരുതി ഒരിക്കലും തെറ്റു ചെയ്യരുത്. അമ്മയുടെ ഈ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. ഒരു ദിവസം സഹപാഠികളെയും ചില അധ്യാപകരെയും കളിയാക്കി ചിരിക്കുകയായിരുന്നു ചേട്ടനും ചേച്ചിയും. ഹോങ്സും അതിൽ കൂട്ടുചേർന്നു. അടുത്ത മുറിയിലിരുന്ന് തുണിയിൽ ചിത്രങ്ങൾ തുന്നിപ്പിടിപ്പിക്കുകയായിരുന്നു അമ്മ. അത് ശ്രദ്ധിച്ചു. പെട്ടെന്ന് വെളിച്ചം അണഞ്ഞു. മുറിയിലാകെ ഇരുട്ടു പരന്നു. കുട്ടികൾ പരിഭ്രാന്തരായി. അവർ പുറത്തിറങ്ങി നോക്കി. തൊട്ടടുത്ത വീടുകളിലും തെരുവുകളിലും നല്ല വെളിച്ചം. കുട്ടികൾ അമ്മയുടെ മുറിയിൽ ഓടിയെത്തി. അവിടെയും വെളിച്ചമുണ്ട്. അമ്മ ശാന്തമായി ശ്രദ്ധാപൂർവം ജോലി ചെയ്യുകയാണ്. അമ്മേ, ഞങ്ങളുടെ മുറിയിൽ മാത്രം വെളിച്ചമില്ല, ഹോങ്സ് പരാതിപ്പെട്ടു. ഉണ്ടാവില്ല, നിങ്ങളുടെ മുറിയിൽ എന്തിനാണ് വെളിച്ചം? കുട്ടികൾക്ക് ഒന്നും മനസ്സിലായില്ല. അമ്മ തുടർന്നു. നിങ്ങൾ അവിടെ വലിയ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. കൂട്ടുകാരെയും ഗുരുനാഥരെയും പരിഹസിക്കുകയല്ലേ? മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും. കുട്ടികൾ പരസ്പരം നോക്കി. അവർക്ക് കാര്യം മനസ്സിലായി. അമ്മ പറഞ്ഞു കൊടുത്ത നല്ല കാര്യങ്ങൾ കേട്ട് പഠിച്ചു ഹോങ്സ് ആരാണെന്നറിയണ്ടേ? അഗതികളുടെ അമ്മ എന്നറിയപ്പെട്ട മദർ തെരേസ.